ഹലോ ഗൈസ്, കുറച്ച് നാളായാലും നമ്മളൊരു വീഡിയോ ആയിട്ട് കണ്ടിട്ട്. ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ഹെയർ സ്മൂത്തനിങ് ചെയ്ത വീഡിയോ ആണ്. ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ബൊട്ടോക്സ്, അതേപോലെ വോളിയമൈസിങ്, കെരാറ്റിൻ എന്നുള്ളതിന് അതൊക്കെ പരീക്ഷിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കാം. ഈ വർക്ക് ഫസ്റ്റ് കണ്ട ആ ഒരു പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഹെയർ ആണ്. അതായത് ഒരു ട്രീറ്റ്മെന്റും ചെയ്ത് ഒട്ടും തിക്നെസ്സോ ഒന്നുമില്ലാത്ത ഫസ്റ്റ് ഹെയർ ആണ് ഞാൻ കാണിച്ചത്. ഈ ഹെയർ രണ്ടാമത് ചെയ്യണതിന് മുന്നേ ഉള്ളതാണ്. അപ്പോൾ ആദ്യം സ്മൂത്തനിങ് ചെയ്തു, 2 പ്രാവശ്യം ഹെയർ സ്പൈക്ക് വന്നു. അതിനുശേഷം ദൂരം കൂടുതലായതുകൊണ്ട് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. എങ്കിൽ പോലും ഹെയർ ചെയ്തത് താഴോട്ടുള്ളത് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് വന്ന ഹെയർ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ രണ്ടാമത് വീണ്ടും ചെയ്തപ്പോഴത്തേക്കും, സ്മൂത്തനിങ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു മുടിയുടെ തിക്നെസ്സും നീളവും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ. അപ്പോ ഈ ബൊട്ടോക്സും ഇതൊന്നും ചെയ്യണ്ട എന്നൊന്നും പറയുന്നില്ല. ഞാൻ ഒരാളുടെ വീഡിയോയിൽ കണ്ടതാണ്. അവര് ഈ സ്മൂത്തനിങ്ങിന് റിലാക്സിനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഈ ബൊട്ടോക്സ്, കെരാറ്റിൻ, അതേപോലെ തന്നെ ബ്രസീലിയൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യണത്. അതും എല്ലാം നമ്മൾ ഒരേ പ്രോസസ്സിങ്, ഒരേ പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അതിന് ആഫ്റ്റർ കെയർ കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വലിയ എമൗണ്ടിലുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ച് നിങ്ങളെ കാശ് കളയേണ്ട ആവശ്യമില്ല. മന്ത്ലി ഒരു ഹെയർ സ്പൈം, സാധാരണ ഒരു ലോറിയലിന്റെ റിപ്പയറിംഗ് ഷാമ്പും കണ്ടീഷണറും മാത്രം ഉപയോഗിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.